വീണ്ടും ഒരു രാവിലെ ഇന്ന് പാലപ്പവും സോയാബീൻ കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇന്ന് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. വിശക്കല്ലെങ്കിൽ അതുകൊണ്ട് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടേ. അങ്ങനെ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി. ഉച്ചപൂജയുടെ സമയത്ത് അത് കാണത്തക്ക രീതിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഉച്ചപൂജയുടെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മളെ വെളിയിൽ ഇറക്കിയിരുത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരുടെ വെളിയിലൊക്കെ ഇറങ്ങിയിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധികം കൂട്ടാനൊന്നും വെച്ചിട്ടല്ല പോയത്. അപ്പോൾ നമ്മൾ കഞ്ഞിയും പയറും അച്ചാറൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. നമ്മുടെ സ്കൂളിൽ പണ്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്കറിയാമല്ലോ, നമ്മുടെ കഞ്ഞിയും പയറും എന്തൊരു ടേസ്റ്റായിരുന്നു അല്ലേ. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഈ ചതിച്ചതം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പായസം കിട്ടിയിരുന്നു. അത് നമ്മുടെ നാരങ്ങയുടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരുപാടൊന്നും കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കുകയുള്ളൂ. നല്ല രുചിയായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ വീണ്ടും മോരുകറിയും പയർ തോരനും നമ്മുടെ സോയാബീനും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് വീണ്ടും പറഞ്ഞു വിട്ടു.